ഒരു തിയേറ്റർ അഡ്വാൻസിൻ്റെ എഗ്രിമെൻറ്റ്. ആര് അഡ്വാൻസ് കൊടുത്തത്? മേടിക്കുന്ന ആള് സുരേഷ് കുമാർ. ആര്? സുരേഷ് ഗോപി? സിനിമാ നടൻ. നീ ഇതിനകത്ത് എഴുതിയിരുന്ന സുരേഷ് ഗോപി ആയിരുന്നു? തെറ്റിപ്പോയത്. ശരിയാക്കണ്ടോ? നമസ്കാരം. എന്തായിരുന്നു? ഇവൻ്റെ അപ്പൂപ്പൻ്റെ സ്ഥലം വിൽക്കാൻ വന്നായിരുന്നു. എനിക്ക് എന്നിട്ട് അപ്പൂപ്പൻ എന്ത് ചെയ്യും? മരിച്ചുപോയി. പിന്നെ സ്ഥലം വിൽക്കും? അതറിയാനല്ലേ ഇങ്ങോട്ട് വന്നേ. അത് ശരി. അപ്പൂപ്പന് മക്കളൊക്കെ ഉണ്ടോ? ആ ഉണ്ട്, 12 പേര്. ഇതാരെ? കൂട്ടുകാരനെ. കുറച്ചൊന്നും മിണ്ടായിരിക്കും പറ. മക്കളെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ? 2 പേര് മരിച്ചുപോയി, ബാക്കി എല്ലാവരും ഉണ്ട്. അവരുടെ ഭാര്യമാരും മക്കളും ജീവിച്ചിരിപ്പുണ്ടോ? പിന്നെ അവരും കൂടെ മരിക്കുവോ? മക്കളുണ്ട്, ഭാര്യമാരില്ല. എന്താ അവരും മരിച്ചുപോയോ? അല്ല, അവർക്ക് ഭാര്യമാരില്ല. പിന്നെ അങ്ങനെ മക്കളുണ്ടായി? അതിപ്പോ നമ്മളെ കൊണ്ടാകുന്ന പോലെയൊക്കെ തന്നെ. അതായത് മരിച്ചുപോയ അപ്പൂപ്പന്റെ 2 മരിച്ചുപോയ മക്കളില്ലേ, പോവാ, അവരുടെ ഭാര്യമാരും അപ്പൂപ്പനെയും മക്കളെയും പോലെ മരിച്ചുപോയോ അതോ നമ്മളെ പോലെ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, അവർക്ക് ഭാര്യമാരില്ല, അവര് പെണ്ണുങ്ങളല്ലേ. പണ്ടത്തെ പെണ്ണുങ്ങൾക്ക് ഭാര്യമാരുണ്ടാവാറില്ലല്ലോ. ഏത് അവരെ ഭർത്താക്കന്മാർ ജീവിച്ചിട്ടുണ്ട്. ഉണ്ട്. ക്യാഷ് മേടിക്കുന്ന ആളാര്? സ്ഥലത്തിന്റെ ഉടമ. എന്നോട് പേരെന്ത്? കുന്നേൽ ഔതക്കുട്ടി. എന്ത് എഴുതി വെച്ചിരിക്കുന്നു? ഇന്ന് മാറിപ്പോയി. ഇപ്പോഴേ ചിന്തയുള്ളടേ, മാറ്റിട്ടോ. അപ്പൊ നമ്മുടെ കാര്യം, അപ്പൂപ്പൻ ജീവിച്ചിരിപ്പില്ല, മക്കൾ 2 മരിച്ചുപോയി, അവരുടെ ഭാര്യമാരും അല്ല ഭർത്താക്കന്മാരും മക്കളും ജീവിച്ചിട്ടുണ്ട്. അമ്മൂമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഒരാളുണ്ട്, ഒരാൾ മരിച്ചുപോയി. ഇപ്പൊ 2 പേരിലാണോ ഈ 12 മക്കള്? അതെ. മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ? പണ്ടത്തെ കാലമല്ലേ, കല്യാണം കഴിഞ്ഞെന്ന് അറിയുന്നത് തന്നെ 2 പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോഴായിരിക്കും. നിങ്ങൾ വിൽക്കാൻ വെച്ച സ്ഥലം പാടാണോ? കണ്ടം കണ്ടം. അത് മനസ്സിലായി. പറഞ്ഞ ഡീറ്റെയിൽ ഒക്കെ വെച്ച് അപ്പൂപ്പ നല്ല കൃഷിക്കാരനാന്ന് മനസ്സിലായി. എന്താ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? കനാലിൽ തൂറി മറിയുന്നു. ഇവിടെ എന്താ വേണ്ടത്? കരാറ് ചെയ്തു കൊള്ളുന്നു. ഞാൻ ശരിയായിക്കൊള്ളാം, നീ ഒരു ഡീറ്റെയിൽ എടുത്ത് മേടിക്കും കേട്ടാ. പറഞ്ഞു. ഇവൻ്റെ അപ്പൂപ്പൻ്റെ സ്ഥലം വയ്ക്കാനായിരുന്നു. ഓക്കെ. എന്താ അപ്പൂപ്പൻ്റെ പേര്? മയിലാടും കുന്നിൽ കുഞ്ഞിക്കണ്ണൻ നായർ. ഒന്ന് എഴുതി തരാമോ? എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകും.